ഇത് ഇന്ന് ഞാൻ നാരങ്ങ അച്ചാറാട്ടോണ്ടേ, വടുകപ്പുളിയും നാരങ്ങ അത് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്. ഒരു 5 പച്ചമുളക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 5 പച്ചമുളക് ഞാൻ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വട്ടത്തിൽ അരിഞ്ഞിടാം. ചെരിച്ച് കനം കുറച്ച് അരിഞ്ഞിട്ട് കൊടുക്കാം. ഞാൻ ആ മുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ ഉപ്പുപൊടി ഇടുവാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയും സാദാ മുളകും കൂടെ ഒരുമിച്ച് പൊടിച്ചതാട്ടോ. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവയും കായവും വറുത്ത് പൊടിച്ചത് അത് നമുക്ക് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതാ കരിവേപ്പില, നല്ല പച്ച കരിവേപ്പില നമ്മൾ ഇവിടുന്ന് പറിച്ചതാട്ടോ. ഇത് നമുക്കൊരു 2 തണ്ട് 3 തണ്ട് കീറിയിട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഏകദേശം ഒരു 2-3 തണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഉലുവയും കായവും പൊടിച്ചതും ഈ കരിവേപ്പിലയുടെയും ഒക്കെ മണം പച്ച വെളിച്ചെണ്ണയും കൂടെ ചേരുമ്പോൾ നല്ല ഒരു മണവും നല്ലൊരു സ്വാദും കേട്ടോ. ഇതിൽ നമ്മൾ ഒന്നും ചൂടാക്കി ചേർക്കേണ്ടതില്ല. വെള്ളം ചൂടാക്കിയിട്ട് തണുപ്പിച്ച് വേണം കേട്ടോ ചേർക്കാൻ. നല്ല ആട്ടിയ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇച്ചിരി കൂടുതൽ ഒഴിക്കാം കേട്ടോ. ഇപ്പം തന്നെ ആ വെളിച്ചെണ്ണ ഒഴിച്ചപ്പോഴത്തേക്കും നല്ലൊരു മണം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തണുപ്പിച്ച വെള്ളം ഒഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ കയ്പ്പ് വരും. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിക്കണം കേട്ടോ, ഒരുപാട് വെള്ളമായി പോകരുത്. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ മണം അപ്പോൾ വരുമ്പോൾ നമ്മുടെ വായിൽ തന്നെ വെള്ളം വരും കേട്ടോ. അതുപോലെ നല്ല സൂപ്പർ ടേസ്റ്റ്. ഇച്ചിയും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കടുക് ഉലുവയൊന്നും പൊട്ടിച്ചേർക്കണ്ട കേട്ടോ. നമ്മുടെ സദ്യക്ക് കിട്ടുന്ന അതേ നാരങ്ങ, വടുകപ്പുളിയും നാരങ്ങ. അങ്ങനെ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ.